സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അശ്വിൻ ചേട്ടന്റെ പ്രോൺസ് നിർവ്വാണമാണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കണേ. അതിരടിയുടെ പ്രൊമോഷൻ ആയിരുന്നു, പക്ഷെ അത് ഞങ്ങൾ തന്നെ ഇന്റർവ്യൂവിൽ സംസാരിച്ചു വന്നപ്പോൾ ആ ഒരു റെസിപ്പി അങ്ങോട്ട് വല്ലാണ്ട് വൈറലായി. ശരിക്കും ചേട്ടന്റെ റെസിപ്പി തന്നെയാണോ അത് അടിച്ചു മാറ്റിയ റെസിപ്പിയാണോ? അത് എന്റെ റെസിപ്പി തന്നെയാണ്, ഓൺ റെസിപ്പിയാണ്. എന്റെ ഓൺ റെസിപ്പിയാണ്. ഞാനത് സെറ്റിലാണെങ്കിലും എല്ലാവരുടെ അടുത്തും പറയാറുണ്ട് എന്റെ ഓൺ റെസിപ്പിയാണ്. അപ്പൊ ഇതിനൊരു പേരുണ്ടായിരുന്നില്ല ആദ്യം, പച്ച കളർ ചെമ്മീൻ കറി അങ്ങനെ പറയാറുള്ളത്. ഇതിന് പേരുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ സമീർ താഹിറല്ലോ നമ്മുടെ DOP, പുള്ളിയാണ് ഇതിന് ഒരു പേരിട്ടത്, അശ്വിന്റെ സ്പെഷ്യൽ നിർവ്വാണ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ സെറ്റിൽ തന്നെ എല്ലാവരും എന്നെ നിർവ്വാണ അങ്ങനെ വന്നൊരു സാധനം അത്. അങ്ങനെ ആ പേര് അങ്ങനെ ശരിക്കും നിർവ്വാണ എന്ന് പറഞ്ഞാൽ ഷെഫ് പിള്ള സാറുടെ പുള്ളിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഷെഫ് നടൻ അവരൊക്കെയാണ് നിർവ്വാണ. അത് നെയ്മീനിൽ ചെയ്യുന്ന ഒരു ഡിഷാണ്. പ്രോൺസിൽ ആദ്യമായിട്ട് അതും ഒരു പച്ച കളറിൽ ആ ഒരു സാധനം ഞാൻ ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്, അങ്ങനെ ഇറക്കിയൊരു സാധനം അത്. എനിക്ക് തോന്നുന്നു ഇപ്പം സെറ്റില് മാത്രം അശ്വിൻ നിർവ്വാണ വിളിക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ എല്ലാവരും അശ്വിൻ ചേട്ടനെ കാണുമ്പോൾ നിർവ്വാണ റെസിപ്പിയാണ് ഓർമ്മ വരിക. ഈ റെസിപ്പി എത്ര സെലിബ്രിറ്റീസ് കഴിച്ചിട്ടുണ്ട്? അങ്ങനെ എണ്ണമൊന്നും എടുത്തിട്ടില്ല ഞാൻ. എനിക്ക് ഒരു എന്താ പറയാ, നമ്മുടെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരില്ല, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഫുഡ് ഇയാൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് അവർ എൻജോയ് ചെയ്ത് കഴിക്കുന്ന അങ്ങനത്തെ ആൾക്കാർക്ക് ഞാൻ ആദ്യം പ്രിഫർ ചെയ്യുന്ന സാധനം ഈ ചെമ്മീൻ നിർവ്വാണയാണ്. അത് എനിക്ക് ഉറപ്പാണ്, അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൽ ഫ്ലാറ്റ് ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം അത് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. കുറേ ആൾക്കാർക്ക് കൊടുത്തു, വിനീതേട്ടൻ, നയൻതാരം അടുത്ത് കൊടുത്തിട്ടുണ്ട്, ബേസിലായിട്ട് തുടക്കത്തിൽ അതിൽ ഫ്ലാറ്റ് ആണ്. പിന്നെ സെറ്റിൽ കുറേ ആൾക്കാർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓർമ്മയില്ല കുറെ ആൾക്കാർക്ക്. ഷാനിക്കയ്ക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. പുള്ളി ഭയങ്കര ഫുഡിയാണ് ഓൾറെഡി. ഇപ്പൊ വിനീതേട്ടനാണെങ്കിൽ വിനീതേട്ടൻ ഒരു ദിവസം ഫ്ലാറ്റിലോട്ട് വന്ന സമയത്ത് ഇങ്ങനെ ബേസിലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര ഫുഡിയാണ് പുള്ളി, നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ആളാണ്. അപ്പോൾ അശ്വിൻ്റെ കുറച്ച് സ്പെഷ്യൽ സാധനങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, ഈ സാധനം ചെയ്യാന്നുള്ള. അങ്ങനെ അത് ചെയ്തു. പുള്ളി ചപ്പാത്തി കഴിക്കില്ല, വിനീതേട്ടൻ ചപ്പാത്തി ഇങ്ങനെ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഈ ചെമ്മീൻ നിർവ്വാണന്റെ സൈഡായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു പുള്ളി ചപ്പാത്തി കഴിക്കില്ലായിരുന്നു. അപ്പോൾ പുള്ളി അച്ഛൻ ചപ്പാത്തി കഴിക്കില്ല, അച്ഛൻ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ 5-6 ചപ്പാത്തി ഉണ്ടാക്കി. പുള്ളി തീർത്തിട്ട് ലാസ്റ്റ് ചപ്പാത്തി എടുത്തിട്ട് ആ പാത്രത്തിൽ ഫുള്ള് അടിച്ചിട്ടാ പുള്ളി പോയത്. അത്രയ്ക്ക് പുള്ളി അതങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു എന്താ പറയാ, അതെ. അങ്ങനെ അശ്വിന്റെ റെസിപ്പിയില് ഫേവറേറ്റ് എല്ലാവർക്കും ഈ ഒരു ഐറ്റം ആണോ? ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ സാധനമാണ്. ബേസിലേട്ടന് സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മൾ ഈ നിർവ്വാണ അല്ലെങ്കിലും സാധാ കുടമ്പുളിയൊക്കെ ഇട്ട് വറ്റിച്ച ശേഷം നല്ല നാടൻ മീൻകറി, അതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീ ഫുഡ് എന്ത് കൊടുത്താലും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പുള്ളി ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര ഡയറ്റ് കൺട്രോൾ ചെയ്ത് വരുന്നതാണ്. അപ്പൊ ഇപ്പൊ ഈ കൊടുക്കുന്ന ഫുഡാണെങ്കിലും പരമാവധി ഓയിലൊക്കെ കുറച്ച്, ഈ ജങ്കായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ചുകൂടി അധികം ഹെൽത്തി ആക്കി കൊടുക്കാനാണ് ഞാൻ നോക്കണത്. പുള്ളി വെയിറ്റ് കുറയ്ക്കുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിക്കായിരുന്നു ഇത്രയും ഒരു മേക്ക് ഓവർ നടത്തിയിട്ട് ആളാണെങ്കിൽ ഫുഡിയാണ്, അപ്പൊ എങ്ങനെ ഈ ഫുഡിന്റെ കാര്യത്തിൽ ഷെഫ് എന്ന രീതിയിൽ കുറെ ശ്രദ്ധിക്കല്ലോ. അതെ അത് കുറെ പുള്ളി തന്നെ പറയാറുണ്ട്, എനിക്ക് എന്താ പറയാ ഇങ്ങനത്തെ സാധനങ്ങൾ വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ സംഭവങ്ങൾ. അപ്പൊ നമ്മൾ എന്താ പറയാ ടേസ്റ്റും ഉണ്ട്. ഈ ഹെൽത്തി ഫുഡിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടി കഴിക്കേണ്ട സാധനം ഹെൽത്തി ഫുഡ്. ഈ സാലഡ്, ഈ ഇലകൾ, അങ്ങനത്തെ സാധനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടി കഴിക്കേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ആ ഫുഡ് ഐറ്റംസ് നമുക്ക് കുറച്ച് എങ്ങനെയൊക്കെ ടേസ്റ്റി ആക്കി ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ ബേസിലേട്ടനെ വെച്ചിട്ടാണ് ഞാനത് പഠിച്ചത്. അതെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് പ്രോൺസ് നിർവ്വാണയുടെ റെസിപ്പി അറിയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു തരുമോ? അത് ഓൾറെഡി ഭയങ്കര സിമ്പിൾ ആണ്, അത് വലിയ സംഭവമൊന്നുമല്ല. ഇത് ഞാൻ ഫസ്റ്റ് റെസിപ്പി ആക്കി എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ റെസിപ്പി ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചത് അത്ര വലിയ സംഭവമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കുക, എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം. നല്ല പ്രോൺസ്, ഞാൻ പ്രോൺസ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ടൈഗർ പ്രോൺസ് അതിൻ്റെ പേര്, നല്ല വലുപ്പമുള്ള കൊഞ്ചെന്നൊക്കെ പറയും, നല്ല വലിയ പ്രോൺസ്, അത് വേണം. അതൊരു 5-6 എണ്ണം, അതായത് ഒരാൾക്കുള്ള പോർഷനൊക്കെയാണ് ഒരു 5-6 പ്രോൺസ് എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിന്റെ ഷെല്ല് റിമൂവ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു നാര് പോലത്തെ സാധനമുണ്ട്, അത് ചിലവർക്ക് ചിലപ്പോൾ അലർജി പ്രശ്നം, അത് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഇതിനൊരു മസാലയുണ്ട്, മാരിനേഷൻ. ഈ മാരിനേഷനായിട്ട് മെയിൻ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ മാരിനേഷൻ ഒരു ചെറിയ മിക്സിന് ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് മല്ലിയില, കറിവേപ്പില, നല്ല പച്ച വെളിച്ചെണ്ണ, 2-3 കുരുമുളക്,
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, വിനാഗിരി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇത് മിക്സിയിലിട്ടിട്ട് വെള്ളം ഒഴിക്കണ്ട, വെള്ളത്തിന് പോലെ വിനാഗിരി ഒഴിച്ചാൽ മതി. വിനാഗിരി കൂടാനും പാടില്ല, ഓവർ കൂടാനും പാടില്ല. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഭയങ്കര എന്താ പറയുക, വെള്ളം പോലെ ആവരുത്. മസാല തേച്ച് അതിൽ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് മസാല തേച്ച് ഒരു 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 അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കുക. അത് ഫ്രൈ ചെയ്യുമ്പോൾ ആ വെളിച്ചെണ്ണയിൽ ഇതിൻ്റെ മസാല ഈ പാനിൽ ഫുള്ള് മസാലയായിട്ടൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ആ ഒരു പച്ച വെളിച്ചെണ്ണ കിടന്നിട്ട് ഈ പച്ച സാധനം കിടന്നിങ്ങനെ കുക്കാകുമ്പോൾ ഒരു സ്മെല്ല് വരും. പ്രോൺസും ഒന്ന് എന്താ പറയുക, ചിലവർ പ്രോൺസ് കുക്കറിൽ അടിച്ചിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പ്രോൺസ് അത് നല്ല സോഫ്റ്റ് ആയിരിക്കും. എനിക്കിഷ്ടം ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ സ്റ്റൈൽ അങ്ങനെയാണ്. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിനകത്ത് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുക. ഭയങ്കര അത്യാവശ്യം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുക. ഒന്നാം പാൽ അതൊഴിച്ചിട്ട് ഒരു 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 5 മിനിറ്റ് തിളപ്പിക്കുക. അപ്പോൾ ഈ വെള്ള കളറിലെ പാലിൽ ആ പച്ച മസാലയൊക്കെ പിടിച്ച് ആ വെള്ളയും പച്ചയും കൂടി മിക്സ് ആയിട്ട് മൊത്തം ഒരു പച്ച കളറാവും. എന്നിട്ട് ലാസ്റ്റ് സോൾട്ട് വയ്ക്കുക. ലാസ്റ്റ് സ്റ്റേജിൽ ഒരു പിഞ്ച് ഷുഗർ. അത് എല്ലാവരും ചെയ്യണ പരിപാടിയാണ്. ലാസ്റ്റ് ഒരു എന്താ പറയുക, ടേസ്റ്റ് ബാലൻസ് ചെയ്യാനുള്ള പരിപാടിയാണ്. കുറച്ച് ഷുഗർ. അപ്പോൾ ആ തേങ്ങേൻ്റെ ഫ്ലേവറും ഈ ഷുഗറും കൂടെ ആകുമ്പോൾ ഈ പ്രോൺസിന്റെ സ്മെല്ലും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു സോൾട്ടിയോ അല്ല, എന്തായാലും ഒരു മധുരവും അങ്ങനത്തെ ഒരു ടേസ്റ്റ് അതിന്. അത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ട് ഇത് ഒരു നല്ല ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു പച്ച വാഴയിലോ വാട്ടി അതിനകത്തോട് സെർവ് ചെയ്യുക. അതിനും കൂടെ സാധാ റൈസ്, ബസ്മതി റൈസ്, ഈ പറഞ്ഞ പോലെ ചപ്പാത്തി, പൊറോട്ട, വെള്ളയപ്പം, ഇതിൻ്റെ കൂടെ ഒക്കെ കൂട്ടി പിടിക്കാൻ പറ്റിയതാണ്. കഴിച്ചൊരു ഫീല് കിട്ടിയപ്പോ എനിക്ക് അശ്വിൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. വേറെ ദിവസം എന്തായാലും ചെയ്യാം. ഈ ഇപ്പൊ ഒരുപാട് പേര് സെലിബ്രിറ്റീസ് ഇത് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ബേസിൽ ചേട്ടന്റെ വീട്ടിൽ വന്നിട്ട്. കഴിച്ചിട്ട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ പോരുന്നോ എന്റെ കൂടെ? അങ്ങനെ ചോദിച്ചിട്ടില്ല. വലുതങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. വിനീതേട്ടൻ ഈ റെസിപ്പി എങ്ങനെ ഈ വിനീതേട്ടൻ മാത്രമല്ല കുറെ ആൾക്കാർ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. വിനീതേട്ടൻ അന്ന് ഈ അന്ന് രാത്രി വന്നിട്ട് പോകാൻ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ച്, അച്ഛനെ എനിക്ക് റെസിപ്പി വേണം, ബേസിൽ എനിക്ക് ഇവനെ നമ്പർ തരണം, ഞാൻ ചെന്നൈ പോയിട്ട് ഇവനെ വിളിക്കും, ഇത് ഉണ്ടാക്കാൻ നേരത്തെ എന്നെ വിളിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പോരുന്നോന്ന് ചോദിച്ചിട്ടില്ല. ധ്യാൻ ചേട്ടൻ എപ്പോഴെങ്കിലും വന്നിട്ട് ധ്യാൻ ചേട്ടൻ വന്നിട്ടില്ല ഇതുവരെ. പുള്ളിനെ കാണാൻ പറ്റും. പുള്ളിക്ക് ഫുഡ് സെർവ് ചെയ്യണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഒരു ദിവസം നടക്കട്ടെ. ധ്യാൻ ചേട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യും. ആളുടെ ബിരിയാണി ഭയങ്കര ഫേമസ്. അതെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിന്റെ സമയത്ത് ബേസിൽ ചേട്ടനാണെങ്കിൽ അശ്വിനൊരു പ്രൊമോഷൻ ആവട്ടെ എന്നാണ് പറഞ്ഞത്. അതിപ്പോ വൈറലായി വീഡിയോ വൈറലായ ശേഷം ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കാന്നിപ്പോ ബേസിൽ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇന്ന് രാവിലെ ഞങ്ങള് ബേസിലായിട്ട് വിയറ്റ്നാം പോയേക്കായിരുന്നു ടൂർ. അപ്പൊ പുള്ളി ഇന്നാ എത്തി. അപ്പൊ ആ വീഡിയോ ഇന്റർവ്യൂ ഒക്കെ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇന്നാ കാണുന്നത്. ഞാൻ നാട്ടിൽ പോയി. എൻ്റെ നാട് കോഴിക്കോടാ. ഞാൻ നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഇന്നാ പിന്നെ കാണുന്നത്. പുള്ളി രാവിലെ എണീറ്റ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വന്നിട്ട് പുള്ളി അപ്പം തന്നെ ചോദിക്കുന്നത്, പക്ഷേ വീഡിയോ വൈറലായില്ലേ, വേറെ ലെവലായില്ലേ, ഭയങ്കര 2 മില്യനൊക്കെ അടിച്ചെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഭയങ്കര സംഭവമല്ലേ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഇന്റർവ്യൂവിൻ്റെ കാര്യം അറിയില്ല. അപ്പോൾ പുള്ളിങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് ഇവരിങ്ങനെ ഫുഡ് തരിപ്പിപ്പോയി പോടാ ആളൊക്കെ ചോദിച്ച് അങ്ങനെ ഭയങ്കര ഞെട്ടി പുള്ളി. ഇന്റർവ്യൂലോ പിന്നെ വലിയ ആളായി. എന്നിട്ട് ഇപ്പോൾ ഡബിങ്ങിന് പോയേക്കാം. അവിടെയുള്ള എല്ലാവരുടെ അടുത്തും ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോയപ്പോൾ അവിടെയുള്ള എല്ലാവരുടെ അടുത്തും പറയുന്നത് ഇന്റർവ്യൂവിൽ പോകാൻ പോയ ഭയങ്കര വൈറലായി അങ്ങനെ ഒരു ഭയങ്കര സപ്പോർട്ടാണ് പുള്ളി എന്തായാലും. ഓക്കെ, ഇവയെ ചോദിക്കട്ടെ, വീട്ടിലാകുമ്പോൾ ബേസിൽ ചേട്ടന്റെ ബേബി ഹോപ്പിനും ഏത് ഫുഡാ ഇഷ്ടം? ഹോപ്പിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഈ പ്രോൺസ് നിർവ്വാണം. ഈ ചെറിയ കുട്ടികൾക്ക് മീൻ അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷെ ഒപ്പ് നന്നായിട്ട് മീൻ കഴിക്കും. ഈ പ്രോൺസ് അതെ പ്രോൺസ് എങ്ങനെയാണോ ബേസിലേട്ടൻ കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണോ അതൊക്കെ ഒപ്പും കഴിക്കും. ഒപ്പിന് ഭയങ്കര ഇഷ്ടമാണ്. ഒപ്പിന് ഈ പ്രോൺസ് നിർവ്വാണം ഭയങ്കര ഇഷ്ടമാണ്. ഒപ്പിന് നെയ്ച്ചോറ്, ചിക്കൻ കലക്ക്, ഞാൻ എൻ്റെ മലബാർ സ്റ്റൈലിൽ നെയ്ച്ചോറ്, ചിക്കൻ കലക്ക് ഉണ്ടാക്കും. ഒപ്പിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചെയ്യാറുണ്ട്. മാഡം ആണെങ്കിലും എല്ലാത്തിനും മാഡം കുറച്ചും കൂടെ ഹെൽത്തി റിലേറ്റഡ് സാധനങ്ങളാണ് മാഡം സാറും കഴിക്കാറ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് സ്പെഷ്യൽ ഉണ്ടാക്കണം. നമുക്ക് ഒരു സ്ഥലത്തും കിട്ടാത്തൊരു സംഭവമാണ് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര ഫ്രീഡാണ് കിച്ചണിൽ. നമുക്ക് എന്ത് വേണം നമ്മുടെ ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാഡം ഇങ്ങനെ പറയാം, അശ്വിൻ്റെ സ്പെഷ്യൽ എന്തെങ്കിലും ട്രൈ ചെയ്തോട്ടോ, അല്ലെങ്കിൽ ഗസ്റ്റ് വരുന്നുണ്ട് അശ്വിൻ്റെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്കൊരു ഫ്രീഡാണ്. നമുക്ക് അവിടെ എന്തും പുതിയ സാധനങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തിട്ട് കിട്ടിയതായി നമ്മുടെ ഇതുപോലെ ഏതെങ്കിലും ഐറ്റം ട്രൈ ചെയ്തിട്ട് ഫ്ലോപ്പായ ഐറ്റംസ് ഉണ്ടോ? ഇഷ്ടം പോലെ ഫ്ലോപ്പായ ഐറ്റംസ് ഇഷ്ടം പോലെ.